സർ, മറ്റ് പ്രധാന പദ്ധതികൾ പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഊരിലെ നൂറുകണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലി പാലം പണിയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും. ഈ പദ്ധതികൾക്കെല്ലാം പ്രാരംഭമായിട്ടുള്ള പണമാണ് ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. നിലമ്പൂർ ഗവൺമെൻറ് കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനും 1 കോടി രൂപ വകയിരുത്തുന്നു. പത്തനാപുരം ടൗൺ റിംഗ് റോഡ് നിർമ്മാണത്തിനുള്ള നടപടി സ്വീകരിക്കും. 1 കോടി രൂപ ടോക്കൺ പ്രൊവിഷനായി വയ്ക്കുന്നു. ആറന്മുള കണ്ണാടി എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെൻറ്റർ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ സ്ഥാപിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പൂന്തറയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായ പൂന്തറ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനും പൂന്തറ ഇടയാർ പാലം നിർമ്മിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കും. NH 66 കോഹിനൂരിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഒരു എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. വള്ളിക്കുന്ന് മണ്ഡലത്തിലെ ചേളാരിയിലും ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്തും ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. കരുനാഗപ്പള്ളി, ചാലക്കുടി, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ റവന്യൂ ടവർ സ്ഥാപിക്കുന്നതിനും വടകര താലൂക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനും പണം വകയിരുത്തുന്നു. ഇടക്കുളങ്ങര വ്യവസായ പാർക്കിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1 കോടി രൂപ വകയിരുത്തുന്നു. കോട്ടയത്തെ സ്കൈ വാക്കിൻ്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കും. ബത്തേരി നിയോജകമണ്ഡലത്തിൽ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് പ്രാരംഭ നടപടികൾക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ഗോശ്രീ ബോൾഗാട്ടി സമാന്തര പാലം നിർമ്മിക്കുന്നതിനും ഗോശ്രീ മാമംഗലം റോഡിനാവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നിർമ്മിക്കുന്നതിനും പ്രാരംഭ നടപടികൾക്കുമായി 1 കോടി രൂപയും ഒറ്റപ്പാലം കോടതി സമുച്ചയ നിർമ്മാണത്തിനായി പ്രാഥമിക ചെലവുകൾക്കായി 1 കോടി രൂപയും വകയിരുത്തുന്നു. പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി 3 കോടി രൂപ, ബാക്കി തുക നബാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സ്വീകരിക്കും. വയനാട് വാണിയമ്പലത്ത് ROB നിർമ്മിക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളും. പ്രാരംഭ നടപടിക്കായി 5 കോടി രൂപ വകയിരുത്തും. വിശുദ്ധ ചാവറയച്ചൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനാസ് സെൻറ്റ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന 175 വർഷം പഴക്കമുള്ള മുറി, ആശ്രമ കെട്ടിടം, ചരിത്ര സാംസ്കാരിക മ്യൂസിയം എന്നിവയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയുടെ മുഖ്യ സംഘാടകരായ 52 പള്ളിയോടങ്ങൾക്ക് നൽകി വരുന്ന 10,000 രൂപയുടെ ഗ്രാൻഡ് 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതാണ്. പൊന്നാനി കേന്ദ്രമാക്കി മലബാർ തീൻഡീസ് കൾച്ചറൽ ബിനാലെ സംഘടിപ്പിക്കും. വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി മൈസൂർ നഞ്ചങ്കോട് റോഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടിക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി നമ്പൂതിരി ട്രസ്റ്റിൻ്റെ സഹായത്തോടെ കൾച്ചറൽ സെൻറ്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കുന്നതിന് സഹായധനമായി 1 കോടി രൂപ വകയിരുത്തുന്നു. അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപയും മലപ്പുറത്ത് ആധുനിക രീതിയിലുള്ള ക്യാൻസർ സെൻറ്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. എറണാകുളം മെഡിക്കൽ കോളേജിൻ്റെ നവീകരണത്തിനായി 10 കോടി രൂപ, കൊല്ലം ചിന്നക്കടയിൽ സ്കൈവേ, അർബൻ പാർക്ക് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൂട്ടായി റെഗുലേറ്ററി കം ബ്രിഡ്ജ് നവീകരണത്തിന് നടപടി സ്വീകരിക്കുന്നതിനാണ് ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. KUWGA നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. മഹാകവി ഉള്ളൂർ S. പരമേശ്വരയ്യരുടെ 150ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേക സാമ്പത്തിക സഹായമായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി പ്രഥമഘട്ട സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. ആതിരപ്പള്ളിയിലെ ഇക്കോ ഫ്രണ്ട്ലി ഡൈനാമിക് ലൈറ്റിംഗ് പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് പദ്ധതിയുടെ അറ്റകുറ്റ പ്രവർത്തികൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനും മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾക്കുമായി ഓരോ ജില്ലാ കളക്ടർമാർക്കും പ്രതിവർഷം 50 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടായി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഫണ്ട് രൂപീകരിക്കുന്നതിനാണ്. ഇതിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൻ്റെ വിനിയോഗം സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്കായി പ്രാരംഭമായി 100 കോടി രൂപ വകയിരുത്തുന്നു. ചാലിശ്ശേരി CHC കെട്ടിടത്തിനായി 2 കോടി രൂപ.
തൃത്താല നിയോജകമണ്ഡലത്തിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാഡമിക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. യശസ്വരീയനായ മുൻ മുഖ്യമന്ത്രി R. ശങ്കറിന് പട്ടത്ത് സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിന് R. ശങ്കർ ഫൗണ്ടേഷൻ ഓഫ് കേരളയ്ക്ക് 1 കോടി രൂപ വകയിരുത്തുന്നു.